വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാർ പറയുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട്. നീ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യ്, എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക്, നാട്ടുകാരും കുടുംബക്കാരും അറിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. ഇങ്ങനെ സ്വന്തം വീടിൻ്റെ വാതിലുകൾ കൂടി അടയുന്നത് കാണുമ്പോഴാണ് പല പെൺകുട്ടികളും മരണത്തിലേക്ക് നടന്നു പോകുന്നത്. ശരിക്കും എന്തിനാണ് ഈ ബന്ധം വേർപിരിയുന്നതിനെ നമ്മൾ ഇത്ര വലിയ നാണക്കേടായി കാണുന്നത്? ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ നരകിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മാന്യമായി പിരിയുന്നത്. പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് പിരിയാൻ തീരുമാനമെടുക്കുന്നത് നാണക്കേടല്ല, മറിച്ച് ജീവിതത്തോട് കാണിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു തീരുമാനമാണത്. ഈ പൊരുത്തക്കേടുകൾ എത്രയും നേരത്തെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുന്നതിന് മുൻപേ തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം. കാരണം കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ആ നരകത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പിന്നെയും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇവിടെയാണ് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ഒരു ജോലിയും വരുമാനവും ഉണ്ടെങ്കിൽ നാളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയും. അതിനി മുന്നോട്ടു പോകുന്ന ദാമ്പത്യമായാലും പിരിഞ്ഞു പോരുന്ന ജീവിതമായാലും സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. ഇനി മാതാപിതാക്കളോടാണ്. നിങ്ങൾക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണോ അതോ സ്വന്തം മക്കളുടെ ജീവൻ വേണോ? ഈ പറയുന്ന നാട്ടുകാരും കുടുംബക്കാരും 4 ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കും. 5-ാം ദിവസം അവർ അടുത്ത വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് വേറെ വഴിക്ക് പോകും. പക്ഷേ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതവും ജീവനുമാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ ധൈര്യമായി ഇങ്ങോട്ട് വന്നോളൂ എന്ന് മക്കളോട് പറയാൻ അച്ഛനമ്മമാർക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെൺകുട്ടിയും ജീവനൊടുക്കേണ്ടി വരില്ല. അവർക്ക് ധൈര്യമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനും സ്വന്തമായി ജീവിക്കാനും കഴിയും. നാട്ടുകാരുടെ നാണക്കേടോർത്ത് മക്കളെ മരണത്തിലേക്ക് തള്ളിവിടണോ അതോ അവർക്ക് ധൈര്യം നൽകി കൂടെ നിർത്തണോ? ഇനിയെങ്കിലും ചിന്തിക്കുക. ഇനി വരുന്ന കാലത്തിലെങ്കിലും ചിന്താഗതികൾക്ക് മാറ്റങ്ങളുണ്ടാകട്ടെ. താങ്ക് യു.